ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 11ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള അധ്യായത്തിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ്റെ പല തരത്തിലുള്ള ടെക്നിക്കുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി വരുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കാണ്. അതിൻ്റെ പേരാണ് ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ വേദിക് മാത്സിലെ ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് കാണാം. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ബേസ് നമ്പേഴ്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ബേസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 10, 100, 1000 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ബേസ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ചെയ്യുന്നൊരു മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇതിനെ ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതൊക്കെ 100ഉമായിട്ട് അല്ലേ അടുത്ത് നിൽക്കുന്ന നമ്പേഴ്സാണ് അല്ലെ. 100ന് താഴെയുള്ള തൊട്ട് താഴെയുള്ള നമ്പേഴ്സാണ്. നമ്പേഴ്സിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 100ന് താഴെയുള്ള നമ്പേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ 1000ന് താഴെയുള്ള നമ്പേഴ്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ മെത്തേഡാണ്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന 94 × 92, 96 × 93. ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതൊക്കെ ഏതിനടുത്തുള്ളതാണ്? 100 എന്ന് പറയുന്ന ബേസ് നമ്പറിനടുത്തുള്ള നമ്പേഴ്സുകൾ തമ്മിലുള്ള ഒരു മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ 100 ആണ് നമ്മളുടെ ബേസ് നമ്പർ. നമുക്കറിയാം 100ൽ 2 0 ഉണ്ട് അല്ലേ. 100ലുള്ളത് 2 0 ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആൻസർ എഴുതുന്നതിന് മുന്നേ നമ്മളിവിടെ 2 ലൈൻ മാർക്ക് ചെയ്യുക, ഒരു 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഉത്തരം നമ്മൾ എഴുതാൻ പോകുന്നത്. ഉത്തരത്തിൻ്റെ ഒരു പാർട്ട് എഴുതാൻ പോകുന്നത് അവിടെയാണ്. അപ്പോൾ ഇവിടെ 94 × 92 ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ബേസ് നമ്പർ 100 ആണ്. ഈ 94ൽ നിന്ന് 100ൽ എത്താൻ വേണ്ടി എത്ര നമ്മൾ ആഡ് ചെയ്യണമെന്ന് നോക്കുക. ചെയ്യുന്ന മെത്തേഡ് ഓർമ്മിച്ച് വെക്കുക. 94ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടുമെന്ന് നോക്കുക. 94ൻ്റെ കൂടെ 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. 6 അവിടെ എഴുതുക. 92ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും നോക്കുക. 92ൻ്റെ കൂടെ 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. ഈ രണ്ട് നമ്പർ അവിടെ വെക്കുക അല്ലേ. ഇപ്പം 94 + 6 8 100 ആണ്. 92 + 8 എന്ന് പറയുന്നതും 100 ആണ്. സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക്. ഇനി ചെയ്യേണ്ടതൊന്നുമില്ല. ഈ രണ്ട് നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്ത രണ്ട് നമ്പേഴ്സ് 8ഉം 6ഉം ആണ്. ഈ രണ്ട് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 1 ഡിജിറ്റ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 8 × 6 എന്ത് കിട്ടും? 48 കിട്ടും. ആ 48 ഇവിടെ എഴുതും. ഈ രണ്ട് ബ്ലാങ്ക് പ്ലേസിൽ 48 എഴുതും. ഓക്കെ. ഇനി അടുത്ത ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ ഒന്നുകിൽ 94ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 92ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യുക. ഏത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതിൽ മാറ്റമില്ല. ഇപ്പം 94ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്താൽ നമുക്കറിയാം കിട്ടുന്നത് 86 ആയിരിക്കും അല്ലേ. 86 ആണ്. 94 - 8 86 ആണ്. അതുപോലെ 92 - 6 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 86 തന്നെയാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ വേണേലും സബ്ട്രാക്ട് ചെയ്യാം, ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 94 - ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. 94 - 8 ഇങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ ചെയ്യണം. നേരെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. ക്രോസ് ആയിട്ടുള്ളത് ചെയ്യാം. ഇപ്പോൾ 94 - 8 എന്ന് പറയുന്നത് 86 ഇവിടെ എഴുതും. ഇതായിരിക്കും ആൻസർ. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണം? 94 100 ആവാൻ എത്ര ആഡ് ചെയ്യണം നോക്കുക. 92 100 ആവണമെങ്കിൽ എത്ര ആഡ് ചെയ്യുന്ന നോക്കുക. ആ ആഡ് ചെയ്യുന്ന നമ്പർ എന്ത് ചെയ്യുക? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ വരച്ചിരിക്കുന്ന രണ്ട് ബ്ലാങ്ക് പ്ലേസിൽ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്രോസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 94ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 92ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 8648. ഇതാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ. ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ബിലോ 100 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പം 96 ആണ്. അപ്പം 96ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 100ൽ നിന്ന് എന്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 96 കിട്ടും. എങ്ങനെ വേണേലും പറയാം. അപ്പോൾ നമുക്കറിയാം 4 ആണ് ചെയ്യേണ്ടത്. 4 എഴുതുക. 93 വരുമ്പോൾ 100 കിട്ടണമെങ്കിൽ 7 ആണ്. 7 എഴുതുക. ഇത്രയേ ഉള്ളൂ അല്ലേ. 94 96 400 93 700. അതായത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. ഇനി ചെയ്യേണ്ടത് എന്താ? 100 ആയതുകൊണ്ട് 2 0 ഉണ്ട്. 2 ലൈന് മാർക്ക് ചെയ്യുന്നു. 7ഉം
4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 4 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 28 ആണ്. അത് 2 ഡിജിറ്റ് ആയിട്ട് ഇവിടെ എഴുതുക. 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്തു, അതിൽ എഴുതുക. ഇനി ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ സബ്ട്രാക്ഷൻ ആണ്. ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യുക. അതായത് 96 - 7 ആണ്. 96ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 93ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുക. രണ്ടായിരം ആൻസർ സെയിം ആണ്, 89 കിട്ടും. ആൻസർ ഇതാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കാണ് ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ 98 × 99 അല്ലേ? 98 × 90 നമുക്കറിയാം അടുത്തടുത്ത നമ്പേഴ്സാണ്. 100ന് തൊട്ടടുത്തുള്ള 2 നമ്പേഴ്സാണ് 98ഉം 99. ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 100 ആണ് ബേസ് നമ്പർ, 100 ആണ്. 100 ആകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ 2 ലൈൻ വരെയണം അല്ലേ? 2 0 ആയതുകൊണ്ട് അല്ലെ, 2 zeros ആയാൽ 2 ലൈൻ, 2 ബ്ലാങ്ക് പ്ലേസ്. പിന്നെ ഇവിടെ 98 ആണ്. 98ൻ്റെ കൂടെ 2 ആണ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 100ൽ നിന്ന് 2 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആലോചിച്ചാൽ 100ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 98 കിട്ടും. 99 ആണെങ്കിൽ 100ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തേ കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ 2 ബ്ലാങ്ക് പ്ലേസ് ഉണ്ട്, ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ 1 × 2 2 ആണ്. അപ്പോൾ എപ്പോഴും 2 ഡിജിറ്റ് എഴുതേണ്ടത് കൊണ്ട് 2നെ നമ്മൾ 02 എന്ന് എഴുതും. ഓക്കെ, ഇത് മാത്രം ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ 1 × 2 2 ആണ്. 2 ഡിജിറ്റ് നമ്പർ കിട്ടാത്തത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് എഴുതുന്നു? 2 ഡിജിറ്റ് നമ്പർ ആക്കാൻ വേണ്ടി 02 എന്ന് എഴുതുന്നു. അതിന് സാധാരണ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. 98 - 1 അല്ലെങ്കിൽ 99 - 2 എന്ത് ചെയ്താലും ആൻസർ കിട്ടുന്നത് 97 ആയിരിക്കും. സോ ആൻസർ ഈസ് 9702. സിമ്പിളാണ് അല്ലേ? ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 3 ഡിജിറ്റ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. നല്ലൊരു ടെക്നിക്കാണ് ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 997 × 999 അല്ലെ, വലിയ നമ്പറായിട്ട് തന്നെ എടുക്കും. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്? 1000ൻ്റെ അടുത്തുള്ള നമ്പറാണ് അല്ലേ? 1000-ഉമായിട്ട് 1000ന് കുറച്ചടുത്ത് നിൽക്കുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ബേസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1000 ആണ്. നമുക്കറിയാം 1000ൽ 3 0 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 3 ബ്ലാങ്ക് പ്ലേസുകളുണ്ട്. 3 0 ഉള്ളതുകൊണ്ട് 3 ബ്ലാങ്ക് പ്ലേസ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 1000ൽ നിന്നോ എത്ര സബ്ട്രാക്ട് ചെയ്താൽ 997. അപ്പോൾ 3 ആണ് അല്ലേ? 3 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടും. 999 ആണെങ്കിൽ അവിടെ 1 ആണ് ബാലൻസ് ഉള്ളത്. അതായത് 1000 - 1 ആണ് 999. ആ നമ്പറാണ് നമ്മൾ അവിടെ എഴുതുന്നത്. അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 1000 കിട്ടാം, അല്ലെങ്കിൽ 1000ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ ഇത് കിട്ടാം, 1000ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ ഇത് കിട്ടണം. ഒരു ഫോർമുല മാത്രം ഓർമ്മിച്ചാൽ. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 × 3 3 കിട്ടുന്നുള്ളൂ. പക്ഷേ നമുക്കിവിടെ 3 ഡിജിറ്റ് ഫില്ല് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? 0 0 3 എന്ന് എഴുതും. 3 ഉള്ളൂ. അപ്പോൾ 3 ഡിജിറ്റ് എഴുതേണ്ടത് കൊണ്ട് 1 × 3 3 ആണ്. ബാക്കി പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാം. 1 സബ്ട്രാക്ട് ചെയ്യുന്നതാണ് എളുപ്പം, അതുകൊണ്ട് 1 സബ്ട്രാക്ട് ചെയ്യണം. 3 സബ്ട്രാക്ട് ചെയ്താലും സെയിം നമ്പർ തന്നെ കിട്ടും. ഇപ്പോൾ 997 - 1 എന്ന് പറയുന്നത് 996 കിട്ടും. സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ലൈനിൽ തന്നെ എല്ലാത്തിൻ്റെയും ഇതുപോലെ തന്നെയാണ്. 1 ലൈനിൽ ആൻസർ കിട്ടുന്ന മെത്തേഡുകളാണ് വേദിക് മാത്സിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ പ്രാക്ടീസിലൂടെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. വലിയ നമ്പേഴ്സൊക്കെ വരുമ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഒരു എക്സാമ്പിളൂടെ ചെയ്യാം. ഫില്ല് ചെയ്യുന്നത് 1 ഡിജിറ്റ് മാത്രം വന്നതുകൊണ്ടാണ്. ഒന്നുകൂടെ ചെയ്തിട്ട് നിർത്താം. 992 × 996. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്ത് വരും? 1000ന് കിട്ടാൻ വേണ്ടി ഇവിടെ 8ഉം ഇവിടെ വരുന്നത് 4ഉം ആണ് അല്ലേ? പെട്ടെന്ന് എഴുതാം. ഇപ്പോൾ 1000 ആയതുകൊണ്ട് ഇവിടെ 3 ബ്ലാങ്ക് പ്ലേസ് കാണാം അല്ലേ? 3 zeros ഉണ്ട്. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 4 32 ആണ്. 32 എഴുതാം. ഒരു പ്ലേസും ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്, അവിടെ 0 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാം. 992 - 4 അല്ലേ? 992 - 4 അല്ലെങ്കിൽ 996 - 8 ഏത് ചെയ്ത് കഴിഞ്ഞാലും നമുക്കറിയാം സെയിം ആൻസർ തന്നെ കിട്ടും. എന്ത് വരും? 988 കിട്ടും. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 988 032.
ഇതായിരിക്കും ആൻസർ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ബേസ് മെത്തേഡ് ഓഫ്. ഇത് 1000ൻ്റെ പ്ലേസിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ താഴെയുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞാലും മെത്തേഡ് സെയിം തന്നെയാണ്. പക്ഷേ 10,000 വരുമ്പോൾ 10,000 ആകുമ്പോൾ 4 സീറോസ് ഉണ്ട്. ഇവിടെ 3 ബ്ലാങ്ക് പ്ലേസ് എഴുതുന്നതിന് പകരം അവിടെ 4 എഴുതണം എന്ന് മാത്രം. അങ്ങനെയുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1-2 ചെയ്യുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ പോകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് നമുക്ക് പഠിക്കാം. ഇതുവരെ ബൈ.